ജന്മം കൊണ്ട് കൊല്ലം, കർമ്മം കൊണ്ട് കണ്ണൂർ. നീന്തലിലും നീന്തൽ പരിശീലനത്തിലും റെക്കോർഡ് ജേതാവ്. കരകാണാ കടലിലെ ആഴങ്ങളിൽ നിന്ന് കൈവെള്ളയിലാക്കി രക്ഷിച്ചെടുത്തത് 50-ലേറെ മനുഷ്യജീവനുകൾ. ഇതിനകം നീന്തൽ പരിശീലിപ്പിച്ചത് 15,000 പേരെ. ലക്ഷ്യം 1,00,000 പേരെ പരിശീലിപ്പിക്കൽ. ഇത് ഡോക്ടർ ചാൾസ് ഏഴിമല. ജൂലൈ 27 രാത്രി 7 മണിക്ക് സക്സസ് സ്റ്റോറിയിൽ ചാൾസ് മനസ്സ് തുറക്കുകയാണ്. ചാൾസിൻ്റെ ശിഷ്യഗണത്തിൽ സാധാരണക്കാർ മുതൽ IAS, IPS ഉദ്യോഗസ്ഥർ വരെ. മണൽവാരൽ, ചായക്കച്ചവടം, മത്സ്യക്കച്ചവടം. കുടുംബം പോറ്റാൻ ചാൾസ് ചെയ്യാത്ത ജോലികളില്ല. ലൈഫ് ഗാർഡായിട്ട് ജോലിയിൽ പ്രവേശിച്ച സമയത്ത് വീടിനോട് ചെറിയൊരു ചായക്കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ചായക്കച്ചവടം. അപ്പോൾ അത് രാവിലെ ഒരു 1.5 മണിക്കൂർ കച്ചവടം ചെയ്യും. ഉച്ചയ്ക്ക് സ്കൂളിൽ വിട്ട് വന്നിട്ട് ആ കിട്ടുന്ന 1 മണിക്കൂറിൽ വേഗം ചോറും കഴിച്ച് ചിലപ്പോൾ ഒരു വല ഇളക്കിയിട്ടിരിക്കുന്നതിനെ പിടിച്ച് ആ മീനെ പിടിച്ചിട്ട് പിന്നെ സ്കൂളിലേക്ക് ചിലപ്പോൾ 1/2 മണിക്കൂർ വൈകും. അപ്പോൾ സന്ധ്യയ്ക്ക് തുടങ്ങി ഒരു 12 മണി വരെ മത്സ്യം പിടിക്കും. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും കടത്തുണ്ണയിൽ ഞങ്ങൾ കിടന്ന് ഉറങ്ങും. ഇപ്പോഴത്തെ സൈഡിൽ വരക്കയിൽ കിടന്ന് ഉറങ്ങും. ഉറങ്ങിയതിന് ശേഷം രാവിലെ 6 മണിയാകുമ്പോൾ ഇതും കൊണ്ട് വിൽക്കാൻ പോകും. 350 അടി മണൽ ഞാൻ ഒറ്റയ്ക്ക് വെള്ളത്തിനടിയിൽ പോയിട്ട് മുങ്ങി വാരി കൊണ്ടുവന്ന് കോരി പിടിച്ച് കൊടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് 625 രൂപയുടെ ജോലി ചെയ്യുമെന്ന് സാരം. കോവളത്തെ കടൽ നീന്തിക്കടന്ന് ടൂറിസം വകുപ്പിന്റെ ലൈഫ് ഗാർഡ് പോസ്റ്റിലേക്ക്. ലോക സമാധാനത്തിനായി ജലശയനം, നിപ്പ ബോധവൽക്കരണത്തിനായി നീന്തൽ, നവകേരള സൃഷ്ടിക്കായി 5 ദിന നീന്തൽ പരിശീലനം, കൊല്ലം കുണ്ടറയിൽ നിന്ന് ഏഴിമലയിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച്, കടുത്ത ദാരിദ്ര്യത്തിൽ അന്തേവാസിയായി അനാഥാലയത്തിൽ. 3, 4, 5, 6, 7 ക്ലാസ്സുകളിൽ അവിടെ ഒരു ഓർഫനേജിലേക്ക് എന്നെ 3-ാം ക്ലാസ് മുതൽ മാട്ടൂൽ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലേക്ക് എത്തുന്നത് അന്നത്തെ ഒരു സാഹചര്യം, സാമ്പത്തിക സാഹചര്യം എല്ലാം ഒരു എല്ലാം ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു കാലമായിരുന്നു. അതെ. മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് ഒരാളുമായിട്ട് അവിടെ നിന്ന് വന്ന ഒരാളുമായിട്ട് വള്ളം തുഴയാൻ പഠിച്ച് അങ്ങനെ മത്സ്യത്തിന്റെ പണിക്കായി പ്രതിസന്ധികളെ നീന്തിക്കടന്ന് കുടുംബത്തിനും പിന്നെ നാടിനും അത്താണിയായി മാറിയ ഡോക്ടർ ചാൾസിന്റെ ജീവിതം നാം അറിയുക തന്നെ വേണം. വെള്ളത്തെ അറിയുക, ഏറ്റവും പ്രധാനമായിട്ട് നന്നായിട്ട് നീന്താൻ അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, ഏത് ജലാശയത്തിലാണോ നമ്മൾ ഇറങ്ങുന്നത് ആ ജലത്തെ അതിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കുക. ആഴങ്ങളെയും അടിയൊഴുക്കുകളെയും അതിൻ്റെ അപകട സാഹചര്യങ്ങളെയും കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ചാൾസിലെ രക്ഷകനെ അറിയാൻ, കലാകാരനെ അറിയാൻ, നീന്തൽ താരത്തെ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി.